ആര് എന്തൊക്കെ പറഞ്ഞ് വെളുപ്പിക്കാൻ നോക്കിയാലും ജിസൈൽ അനുമോൾ ഇഷ്യൂവിൽ തെറ്റ് ജിസൈലിന്റെ ഭാഗത്ത് തന്നെയാണ്. 3 തവണ വാർണിംഗ് കിട്ടിയിട്ടും അതിന് പുല്ല് വില കൊടുത്ത് വീണ്ടും വീണ്ടും റൂള് വയലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ജിസൈൽ. ഒടുക്കം ബിഗ് ബോസ് ടീമിന് തന്നെ റൂമിൽ കയറി അവളുടെ സാധനങ്ങൾ എടുക്കേണ്ടി വന്നു. എന്നിട്ടും അവർ ഒളിച്ചും പാത്തും മറ്റുള്ളവരുടെ സാധനങ്ങൾ അടിച്ചു മാറ്റി ഉപയോഗിക്കുന്നു. അനുമോള് ചെയ്തത് അത് എക്സ്പോസ് ചെയ്യൽ മാത്രമാണ്. ആരും കാണാതെ അടിച്ചു മാറ്റി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തന്റെ കഴിവാണെന്ന് ജിസൈൽ തന്നെ മുമ്പ് ഷോയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നത് കണ്ടുപിടിക്കാനുള്ള അവകാശം ബിഗ് ബോസ് എല്ലാവർക്കും കൊടുത്തിട്ടുള്ള സ്ഥിതിക്ക് അനുമോൾ എങ്ങനെയാണ് കുറ്റക്കാരിയാവുന്നത്? അതും ബാഡ്ജ് കയ്യിലില്ലാത്ത ആളാണ് ജിസൈൽ. അപ്പോ ബിഗ് ബോസ് കൊടുത്ത സാധനം മാത്രം കയ്യിലുള്ളവരുടെ എന്ത് പ്രൈവസിയാണ് അത് തപ്പി നോക്കിയാൽ പോവാനുള്ളത്? 24 മണിക്കൂറും ബിഗ് ബോസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബെഡിന്റെ അവിടെ പ്രൈവസി എന്ന വേർഡ് യൂസ് ചെയ്യുന്നത് തന്നെ കോമഡിയാണ്. ഇത്രയുമൊക്കെ കഷ്ടപ്പെട്ട് ജിസൈലിനെ എക്സ്പോസ് ചെയ്തിട്ടും എല്ലാവരും ജിസൈലിനെ റാണിയായിക്കൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ ആരായാലും ഫ്രസ്ട്രേറ്റഡ് ആവും. പോരാത്തതിന് ഇതിന്റെ പേരിൽ ജിസൈൽ അനുമോളെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്ത് അടിച്ചു താഴ്ത്താൻ നോക്കി. പച്ചയ്ക്ക് തെറി വിളിച്ചു. ഇവിടെ പ്രശ്നം അനുമോൾ ഒരു പൊട്ടിപ്പെണ്ണായി പോയതാണ്. ആർക്കും എടുത്തിട്ട് തട്ടാം. പെട്ടെന്ന് കൺട്രോൾ പോയി കരയും. ആ സ്ഥാനത്ത് വായിട്ടലയ്ക്കാൻ കഴിവുള്ള പഴയ ഏതിലും കണ്ടസ്റ്റൻസ് ആയിരുന്നേൽ ഇപ്പൊ പലരും പൊക്കി പിടിച്ച് നടന്നേനെ. ജിസൈല് ശരിക്കും ഒരു മാനിപ്പുലേറ്ററാണ്. നട്ടാ കുരിക്കാത്ത നുണ അടിച്ചിറക്കി സകല മീൽ മൊണ്ണ കണ്ടസ്റ്റൻസുകളെയും അവരുടെ ചൊൽപ്പടിക്ക് നിർത്തുന്നു. അവർക്കെതിരെ സ്ട്രോങ് ആയി ശബ്ദിച്ച ഒരേ ഒരു കണ്ടസ്റ്റന്റ് അനുമോളാണ്. അങ്ങനെയുള്ളവരെ ഇല്ലാതാക്കാൻ ഏറ്റവും നല്ല ആയുധം ഫേക്ക് ആലിഗേഷൻസ് ആണെന്ന് ജിസൈലിനറിയാം. ആദ്യം അവൾക്ക് അസൂയാണെന്ന് അടിച്ചിറക്കി, പിന്നെ കള്ളിയാക്കാൻ നോക്കി. ഇനിയിപ്പോ ഫിസിക്കൽ അസോൾട്ട് എന്ന നാടകം തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാൻ നോക്കരുത് എന്ന് അപ്പാനിയൊക്കെ എപ്പിസോഡിൽ പറയുന്നത് കണ്ടു. ശരിക്കും പുള്ളിയാണ് അനുമോളോടുള്ള ഗ്രഡ്ജ് കാണിക്കുന്നത്, അതും അനീഷിനെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ. ഇത്രയും പേര് വളഞ്ഞിട്ട് ആക്രമിച്ചാൽ അത്യാവശ്യം ലോലഹൃദയായവർ കരയും. അനുമോളും അതേ ചെയ്തുള്ളൂ. കരയുന്നത് ഒരു കുറ്റമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.